ചിത്രത്തിൽ വോക്കിൻ ഫീനിക്സ് അവതരിപ്പിച്ച തിയോഡോർ ടോംബ്ലി എന്ന കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടോ? സമന്ത എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുമായി പ്രണയത്തിലാകുന്ന ടോംബ്ലി അയാളുടെ ഏകാന്തതയിൽ, സ്വപ്നത്തിൽ, പ്രത്യാശയിലൊക്കെയും സമാന്തയുണ്ടായിരുന്നു. 2013 സ്പൈക്ക് ജോൺസ് എന്ന സംവിധായകൻ ഹെർ ഒരുക്കിയപ്പോൾ അത് സങ്കല്പങ്ങൾക്കൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു കെട്ടുകഥ മാത്രമായിരുന്നെങ്കിൽ AI ലോകത്ത് ഇന്നത് കൂടുതൽ റിലേറ്റബിൾ ആണ്. ChatGPTയോട് സങ്കടം ബോധിപ്പിക്കുന്ന കാലമാണ്. നിത്യജീവിതത്തിൽ അത്രയേറെ സ്ഥാനം നിർമ്മിത ബുദ്ധിക്കുണ്ട്. സോഷ്യൽ മീഡിയയിലും നിറയുന്നത് ജനറേറ്റീവ് AI കണ്ടന്റുകളാണ്. മലയാള സിനിമയിലേക്ക് വന്നാൽ അത്ര തന്നെ പ്രാധാന്യവും ജനപ്രീതിയുമാണ് ജനറേറ്റീവ് AIക്കുള്ളത്. 2025 തുടക്കത്തിൽ തന്നെ അത്തരമൊരു വിപ്ലവം അടയാളപ്പെടുത്തിയാണ് മലയാള സിനിമ ആരംഭിച്ചത്. രേഖാചിത്രത്തിലെ മമ്മൂട്ടി മലയാള സിനിമയിലെ ഒരു അത്ഭുതമായി. മറ്റൊരു താരത്തെ കൊണ്ട് അഭിനയിപ്പിച്ച ശേഷം ആ വ്യക്തിയുടെ മുഖത്തിന് പകരം ചെറുപ്പക്കാരനായ മമ്മൂട്ടിയുടെ മുഖം നൽകിയത് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയായിരുന്നു. വളരെ സിമ്പിളായും കോസ്റ്റ് എഫക്റ്റീവായും ജോഫിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകർക്ക് പുത്തനൊരു അനുഭവം പകർന്നു. 2024 ജൂണിൽ പുറത്തിറങ്ങിയ അരുൺ ചന്തു ചിത്രമായ ഗഗനചാരിയിലും AI അസിസ്റ്റഡ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ജനറേറ്റീവ് AI ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഇമേജറികളെ യഥാർത്ഥ വിഷ്വലുകളുമായി കൃത്യമായി ബ്ലെൻഡ് ചെയ്താണ് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കേരളത്തെ അരുൺ ചന്തു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്ന ദിനോമുഖ് എന്ന ഹ്രസ്വ ചിത്രവും ഗോകുൽ പിള്ള ഒരുക്കിയെടുത്തത് പൂർണ്ണമായും AI സഹായത്തോടെയാണ്. പ്രായോഗികമല്ല എന്ന പ്രേക്ഷകന്റെ ചിന്തയ്ക്ക് മേലാണ് AI ടെക്നോളജി പുതിയ ഇമേജുകൾ പ്രസന്റ് ചെയ്യുന്നത്. ഒരു മാജിക് പോലെ അവ പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിക്കും. അതിന്റെ ഏറ്റവും സുന്ദരമായ ഉദാഹരണമായിരുന്നു തുടരും എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ. മോഹൻലാൽ ശോഭന ചിത്രം എന്ന ബ്രാൻഡിങ്ങിനെ പ്രേക്ഷകരിലേക്ക് എളുപ്പം രജിസ്റ്റർ ചെയ്യാൻ റീമേക്ക് ചെയ്തെടുത്ത ആ ചിത്രത്തിനായി തുടരുമെന്ന സിനിമയിലേക്ക് തരുൺമൂർത്തി പ്രേക്ഷകരെ ക്ഷണിച്ചതും ടൈറ്റിൽ കാർഡിൽ തെളിഞ്ഞ ഗൃഹാതുരത്വം തോന്നിക്കുന്ന ധാരാളം ഫോട്ടോഗ്രാഫുകളിലൂടെയായിരുന്നു. മോഹൻലാലിന്റെ ചെറുപ്പകാലവും പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. മുൻപ് ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിലെത്തിയ ഇന്ത്യൻ 2ഉം വെങ്കട് പ്രഭു വിജയ ചിത്രം ഗോട്ടും ഡി-ഏജിംഗ് അടക്കമുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ ലാർജ് സ്കെയിലിൽ നിർമ്മിച്ച ചിത്രങ്ങളുടെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. കണക്കില്ലാത്ത പണം ചെലവഴിച്ചിട്ടും ചിത്രങ്ങൾക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായിരുന്നില്ല. അതേ സമയത്താണ് ചുരുങ്ങിയ ബജറ്റിൽ മലയാള സിനിമ അതേ റിസ്ക് ഏറ്റെടുക്കുന്നതും വിജയം വരിക്കുന്നതും. ആദ്യമായി AI തീമിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ചിത്രവും മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. ഇന്ത്യയിലെ ആദ്യ മുഴുനീള AI നിർമ്മിത ചിത്രം ഷൈനയാണ്. കന്നഡ ഇൻഡസ്ട്രി ടെക്നീഷ്യന്മാരെ പോലും ഒഴിവാക്കി പുറത്തിറക്കുന്ന AI ചിത്രം ലവ് യുവിനും സെൻസർ ബോർഡ് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. എന്നാൽ മലയാള സിനിമയിൽ ആദ്യമായി ഡി-ഏജിംഗ് ഉപയോഗിച്ചത് പാലും പഴവും എന്ന VK പ്രകാശ് ചിത്രത്തിലാണ്. 33-കാരിയായ മീര ജാസ്മിനെ 23-കാരിയെ ഈ ചിത്രം പ്രസന്റ് ചെയ്തു. മലയാള സിനിമ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്നതിന് മുമ്പ് 1994 ഫോറസ്റ്റ് ഗംപ് എന്ന ചിത്രത്തിൽ ജോൺ എഫ് കെനഡിയെ കൊണ്ടുവരുന്ന ദൃശ്യത്തിലടക്കം ഹോളിവുഡ് ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഒരു രംഗം ഫേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വന്നത് മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട ശ്രമമായിരുന്നെങ്കിൽ ഇന്നത് ഒരൊറ്റ ക്ലിക്ക് അകലെയാണ്. 2019 മാർട്ടിൻ സ്കോർസെസിയുടെ ഐറിഷ്മാൻ എന്ന ചിത്രത്തിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7ലും ഒക്കെ ഇത്തരം ഫേക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡുകൾ ഉപയോഗപ്പെടുത്തിയാണ്. മാൻഡലോറിയന്റെ ഒടുവിലത്തെ സീസണിൽ സ്റ്റാർ വാർസിലെ ലൂക്ക് സ്കൈവാക്കർ എത്തിയത് ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിച്ചു. പതിറ്റാണ്ടുകൾക്ക് പുറകിലുള്ള കഥാപാത്രമാണ് 2020 സ്ക്രീനിലെത്തിയത്. ഇന്ത്യാന ജോൺസിലേക്ക് എത്തിയപ്പോൾ 81 വയസ്സുകാരൻ ഹാരിസൺ ഫോർഡ് 40 വയസ്സുകാരനായി സിനിമയിൽ ഉടനീളം അഭിനയിച്ചു. ആ ചിത്രത്തിന്റെ മുഴുവൻ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത് $100 മില്യൺ ആണ്. പക്ഷെ ഇന്നത് അങ്ങനെയല്ല. ഇൻസ്റ്റഗ്രാം റീൽസിൽ പോലും ഒറ്റ ക്ലിക്കിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഇത്തരം വിഷ്വലുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുഖത്തെ ന്യൂറൽ നെറ്റ്വർക്കുകൾ മാർക്ക് ചെയ്ത് അവിടേക്ക് മറ്റൊരു വ്യക്തിയുടെ മുഖത്തെ ന്യൂറൽ നെറ്റ്വർക്കുകൾ മാച്ച് ചെയ്തുകൊണ്ടാണ് ഇത്തരം എഡിറ്റിംഗ് നടത്തുന്നത്. ഓട്ടോ എൻകോഡർ എന്ന് വിളിക്കുന്ന ഒരുതരം ന്യൂറൽ നെറ്റ്വർക്കിനെ ആശ്രയിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ഇമേജിനെ ലോവർ ഡയമെൻഷനിലുള്ള ഒരു ലേറ്റന്റ് സ്പേസിലേക്ക് കുറച്ചു കൊണ്ടുവന്ന് അവിടെ ഉണ്ടാകുന്ന ആർക്കിടെക്ചർ ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ചിത്രം യൂണിവേഴ്സൽ എൻകോഡർ ഉപയോഗിച്ച് ഈ ലേറ്റന്റ് സ്പേസിലേക്ക് എൻകോഡ് ചെയ്യും. ആദ്യത്തെ ഇമേജിലെ മുഖഭാവങ്ങളും ശരീരഘടനയും ലേറ്റന്റ് റെപ്രസെന്റേഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് പുതിയ ടാർഗറ്റിലേക്ക് കൊണ്ടുവരും. അതായത് ടാർഗറ്റിന്റെ വിശദമായ വിവരങ്ങൾ ലേറ്റന്റ് സ്പേസിലെ യഥാർത്ഥ വീഡിയോയിലൂടെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും സവിശേഷതകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഇത് പറയാനെടുക്കുന്ന ഈ സമയം പോലും പ്രോസസ്സിന് ആവശ്യമില്ല. ഗ്യാൻ എന്ന് വിളിക്കുന്ന ജനറേറ്റീവ് അഡ്വസേറിയൽ നെറ്റ്വർക്ക് എന്ന AI സാധ്യത ഉപയോഗപ്പെടുത്തി ഞൊടിയിടയിൽ എൻകോഡിങ്ങും ഡീകോഡിങ്ങും സംഭവിക്കും. ട്വിങ്കിൾ സൂര്യ മമ്മൂട്ടി ആയതുപോലെ. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചിട്ട് അധിക കാലമായിട്ടില്ല. പക്ഷേ ലോക സിനിമ AI സാധ്യതകളെ കുറിച്ചും സിനിമയിലേക്കുള്ള സാങ്കേതിക വിദ്യയുടെ കൈകടത്തലുകളെ കുറിച്ചും ചർച്ച ആരംഭിച്ചിട്ട്
കുറച്ചധികം കാലമായി. സ്ക്രീൻ ആക്ടർ ഗൈഡ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റ് അഥവാ സാഗ്-ആഫ്ട്ര എന്ന സംഘടന ഹോളിവുഡിൽ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചപ്പോഴും അതിന് ക്രിസ്റ്റഫർ നോളന്റെ നേതൃത്വത്തിൽ ഓപ്പൻഹൈമർ ടീം പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യാന ജോൺസൺ 5 റിലീസിനോടനുബന്ധിച്ചും നിർമ്മിത ബുദ്ധി വിവാദമായിരുന്നു. എല്ലാ തരത്തിലുമുള്ള AI റീപ്ലേസ്മെന്റുകളെയാണ് സാഗ്-ആഫ്ട്ര എതിർത്തത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മുതൽ അഭിനയവും എഡിറ്റിംഗും വരെ ഇന്ന് AI തുടങ്ങിയിരിക്കുന്നു. AI സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നത് പുതിയ കാലത്തിന്റെ അനിവാര്യതയാകുമ്പോഴും അത് സിനിമാ മേഖലയിൽ ഉയർത്തുന്ന ചില ആശങ്കകളുണ്ട്. തൊഴിലിടങ്ങൾ ഇല്ലാതെയാകുന്നു, കോപ്പിറൈറ്റ് ആൻഡ് ഓണർഷിപ്പ് പ്രശ്നങ്ങൾ, പ്രൈവസി വയലേഷൻ, ഡേറ്റ കളക്ഷൻ തുടങ്ങിയ ആ നിര നീളും. പൂർണ്ണമായും മനുഷ്യരെ ഒഴിവാക്കി ക്രിയേറ്റീവ് സ്ഥലങ്ങളിലേക്ക് AI കടന്നു വന്നേക്കാമെന്ന പ്രതിസന്ധിയും അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സാഗ്-ആഫ്ട്ര ഓൺലൈൻ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ജനറേറ്റീവ് AI കണ്ടന്റുകൾക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിലാണ്. അതേസമയം ജനറേറ്റീവ് AI മുന്നോട്ട് വയ്ക്കുന്ന ചില അപകട സാധ്യതകൾ കൂടെയുണ്ട്. അതിന് വളരെ പോപ്പുലറായ ഉദാഹരണമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ റഷ്യ ഉക്രൈൻ ഇൻവേഷൻ നടത്തിയതിന് വെറും 4 ആഴ്ചകൾക്കപ്പുറം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടേതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു ഡീപ് ഫേക്ക് വീഡിയോ. തന്റെ രാജ്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു അത്. 2020 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി അസംബ്ലി ഇലക്ഷൻ പ്രചരണ കാലത്ത് മനോജ് തിവാരിയുടെ ഒരു ഡീപ് ഫേക്ക് വീഡിയോയും പുറത്തു വന്നിരുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണെന്ന് BJP വാദിച്ചപ്പോഴും അവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മാത്രം പ്രചരിച്ച ഫേക്ക് വാർത്ത വലത് ഹാൻഡിലുകൾ തന്നെ നിർമ്മിച്ചതാണെന്നും പറയപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകൾ നിർമ്മിക്കുന്നതും ഇതേ ജനറേറ്റീവ് AI ഉപയോഗിച്ചാണെന്നും ശ്രദ്ധിക്കണം. ഫേക്ക് പോൺ വീഡിയോകൾ നിർമ്മിക്കാനും ഇത്തരം സാധ്യതകൾ ദുരുപയോഗപ്പെടുത്താറുണ്ട്. ഡീപ് ഫേക്ക് ഉപയോഗിച്ച് ബോളിവുഡ് താരങ്ങളെ അപകീർത്തിപ്പെടുത്താൻ നടന്ന നിരവധി ശ്രമങ്ങളും അതിനെതിരായ നിയമ പോരാട്ടങ്ങളും ഇപ്പോഴും തുടരുന്നതാണ്. ഇവിടെ വിഷ്വലിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയുടെ കൺസെന്റ് പ്രധാനമാണ്. മമ്മൂട്ടിയുടെയും ട്വിങ്കിൾ സൂര്യയുടെയും അനുവാദത്തോടെയായിരുന്നു രേഖാചിത്രം ഒരുക്കിയെടുത്തതെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. അത് അവരുടെ ധാർമ്മിക ബോധ്യം എന്നതിനപ്പുറത്തേക്ക് പ്രൈവസിയെ ബാധിക്കാതിരിക്കാൻ AI ടൂൾ ഉപയോഗിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ചട്ടങ്ങളോ നിയമങ്ങളോ രാജ്യത്ത് ഇന്നുവരെയും രൂപപ്പെടുത്തിയിട്ടില്ല. അതായത് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66D, സെക്ഷൻ 66E, 1957 കോപ്പിറൈറ്റ് ആക്ട് എന്നിവയാണ് നിലവിൽ ഇത്തരം ദുരുപയോഗങ്ങൾ ചെറുക്കാനുള്ള ഇന്ത്യൻ നിയമ സാധ്യതകൾ. സിനിമയിലടക്കം നിത്യജീവിതത്തിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള സ്ഥാനം വർദ്ധിക്കുമ്പോഴും പ്രൈവസി അടക്കമുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും കൃത്യമായ നിയമ സാധ്യതകൾ ഉണ്ടാകുന്നില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയൻ AI ഉപയോഗത്തിന് കോംപ്രിഹെൻസീവായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. EU AI ആക്ട് പ്രകാരം പ്രത്യേക ടൂളുകൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. The rise of AI is a huge shift in our world and it's something that's going to impact filmmaking in a way we cannot yet predict. But ultimately, storytelling is a deeply human endeavor and that's something AI cannot replace. നിർമ്മിത ബുദ്ധിയുടെ വളർച്ച ലോകത്തുണ്ടായ വലിയ മാറ്റങ്ങളിൽ ഒന്നാണ്. അത് ചലച്ചിത്ര നിർമ്മാണത്തെ എങ്ങനെ ബാധിക്കുമെന്നത് പ്രവചനാതീതവുമാണ്. എന്നാൽ ആത്യന്തികമായി കഥ പറച്ചിൽ കാതലുള്ള മനുഷ്യ പരിശ്രമങ്ങളാണ്. അതിനു പകരമാകാൻ ഒരിക്കലും AIക്ക് സാധ്യമല്ല എന്നാണ് സാഗ്-ആഫ്ട്രയുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ നോളൻ മുൻപ് പറഞ്ഞത്. സിനിമയിലേക്കുള്ള AI കൈകടത്തലുകൾക്ക് ഇരുവശങ്ങളാണ്. മലയാള സിനിമ ഇതുവരെയും അത് ഉപയോഗപ്പെടുത്തുന്നതും അസൂയാവഹമായാണ്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് അന്ത്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.